السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. സൂറത്ത് ത്വലാഖിലെ ഒരു വചനമാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തൊരായത്താണ്. അള്ളാഹുവിൻ്റെ മേൽ കാര്യങ്ങളെല്ലാം ഭരമേൽക്കുന്നവ അവൻ തന്നെ മതിയാകും. നിശ്ചയം അള്ളാഹു തൻ്റെ ഉദ്ദിഷ്ട കാര്യം പ്രാപിക്കുന്നവനാണ്. ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു നിർണയം, ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് താമസിക്കാൻ ഒരു വീട് എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മളെ ഒരു രൂപ പദ്ധതിയിലെ 9ാമത്തെ വീടിൻ്റെ പണി ഫിനിഷിങ്ങിലാണുള്ളത്. അതോടൊപ്പം 10ാമത്തെ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ അങ്ങനെ പോയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ 1-2 അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വയറിങ്ങിൻ്റെ പണിക്കാരും കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ബാക്കിയുള്ള പണികൾ ഫിനിഷ് ചെയ്തു. വൈകുന്നേരം കറണ്ടൊക്കെ ചാർജ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിൽ 3 കുട്ടികളുള്ളത്. ഭാര്യയും ഭർത്താവും ഒരു ഷെഡിലായിരുന്നു താമസം. ആ ഷെഡ് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ പണിക്കും വേണ്ടി അത് പൊളിച്ചപ്പോൾ ഈ കുട്ടികൾ മെത്തയായിട്ട് കിടന്നിരുന്ന 2 പാമ്പിൻ്റെ മുകളിലായിരുന്നു എന്നുള്ളതാണ്. ഈ വീടുണ്ടാക്കാൻ വേണ്ടി തറക്കും വേണ്ടി ആ ഷെഡ് പൊളിച്ചപ്പം ആ കുട്ടികൾ കടന്നിരുന്ന സ്ഥലത്ത് അവിടെ ഇട്ടിരുന്ന ഷീറ്റ് എടുത്തൊക്കെ 2 പാമ്പ്. അങ്ങനെ ഈ വീടിൻ്റെ വയറിങ് കഴിഞ്ഞ് പണിക്കാർ കറണ്ട് ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയത്താണ് കുട്ടികൾ സ്കൂളിട്ട് വരുന്നത്. അപ്പോൾ ഈ ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഫാനിട്ട് ലൈറ്റിട്ട് ബെല്ലടിച്ചു. അപ്പോൾ ഈ ബെല്ലടിച്ചപ്പോൾ ഈ കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാ ബെല്ലെന്നും പറഞ്ഞിട്ട് ഈ കുട്ടികൾ 2 കൂടി വീട്ടിൻ്റെ ഒരൊറ്റ ഓട്ടാണ്. ഓടിയിട്ട് ആ ബെല്ലുമ്മൽ കുറേ നേരം അടിച്ച്. സാർമാരെ അവരെ സംബന്ധിച്ചിടത്തോളം കറണ്ടോ ബെല്ലോ അവർ പെറ്റ് വീണ തന്നെ ഈ ഒരു ഷെഡിക്കാണ്. അത് ആ മക്കൾക്ക് ഒരു ബെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പം കുറേ നേരം ബെല്ലടിച്ചു. അപ്പം ഈ സഹോദരനും സഹോദരി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ബെല്ല് കുട്ടി റൂമിൽ കയറിയിട്ട് വരാണ്. അപ്പോൾ ഈ സഹോദരൻ ഇങ്ങനെ നോക്കുമ്പോൾ ചിരിക്കണമുണ്ട്, പക്ഷെ കണ്ണിങ്ങനെ ചുവന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി വാപ്പാനെ നോക്കിയിട്ട് വരാം, വാപ്പ ഈ റൂമൊക്കെ നോക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ റൂമാണ്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഓലിപ്പോൾ റൂമൊക്കെ പങ്കുവെക്കുകയാണ്, നമുക്കിനിപ്പോൾ റൂമൊന്നും ഇല്ലയെന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ആ സഹോദരനിങ്ങനെ ചോദിച്ച്, എന്താ നിങ്ങളിങ്ങനെ വെക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കഥ ഒരു വല്ലാത്ത കഥയാണ്. ഞാൻ ചെറുപ്രായത്തിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടു. വാപ്പ വേറെ വിവാഹം കഴിച്ചു, കുട്ടികളും മക്കളൊക്കെ ആയി. എന്നെ നോക്കി വളർത്തിയ എൻ്റെ അമ്മമാരാണ്. വാപ്പാക്കുള്ള സ്വത്തൊക്കെ വാപ്പ ആ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു. വാപ്പ ഞാനായിട്ട് ബന്ധമില്ല. പലപ്പോഴും ഞാൻ വാപ്പാൻ്റെ അടുത്ത് പോയാലും വാപ്പാനെ കാണാറില്ല. സത്യത്തിൽ ഞാനൊരു യത്തീമായിട്ടാണ് വളർന്നത്. അപ്പോൾ വലിയ ആളായപ്പോൾ മൂപ്പര് അമ്മമാരോട് ചോദിച്ചു തന്നെ, അപ്പം ഉമ്മാക്ക് സ്വത്തൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പം അതൊക്കെ ഞങ്ങൾ ഉമ്മാക്കും വേണ്ടി തന്നെ ചെലവഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വാപ്പൻ്റെ സ്വത്തോ ഉമ്മാൻ്റെ സ്വത്തോ ഇല്ലാതെ 0-ൽ വളർന്നു വന്നൊരു സഹോദരൻ. ആ സഹോദരൻ പറഞ്ഞ അങ്ങനത്തെ ഒരു വീട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വപ്നത്തിൽ പോലും എനിക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ കുറച്ച് ഈ കുട്ടികളെ സന്തോഷത്തിൽ കുറച്ചാണ് ബാക്കിലേക്ക് പോയിട്ടാണ് ആ സഹോദരൻ ഇങ്ങനെ ഒന്നായിട്ട് ആലോചിച്ചപ്പോഴാണ് കണ്ണ് നിറഞ്ഞതല്ല. അപ്പോൾ ഈ ഒരു ആയത്തിൽ പറഞ്ഞത് പറഞ്ഞാൽ അള്ളാഹു ഏതൊരു ഇതിലും അള്ളാഹു പോകുമ്പോൾ അള്ളാഹിനെ ഏൽപ്പിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു വാക്കാണ്, അള്ളാഹ്ക്ക് തന്നെ പറയാൻ കഴിയുള്ളൂ എന്നാണ്. അപ്പോൾ ബിസ്മിൻ്റെ ഓരോ പ്രവർത്തനം നമ്മൾ എടുത്തു നോക്കിയാൽ ഇതുപോലുള്ള ആയത്തുകൾ പച്ചയിലും കണ്ട ഹയാത്താണ് ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് ആയത്തുകളായാലും ഹദീസുകളായാലും അതൊക്കെ നമുക്ക് ഈ ആയത്തിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ
നമുക്ക് ശരിക്കും ബോധ്യപ്പെടുന്നതാണ്. സഹബാക്കളെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഇതായിരുന്നു, ഓരോ ആയത്ത് കേട്ട ആയത്ത് അവർ ജീവിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ദൗത്യം. അവർ ദൗത്യം ഏറ്റെടുത്ത് പോണ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ആസ്വദിക്കാനുള്ള ഇത് തന്നെയാണ് എന്നുള്ളതാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ 1 രൂപ വീടിൻ്റെ ഈ പദ്ധതി നമ്മൾ ഒരുപാട് കാലം മീറ്റിംഗ് കൂടിയിട്ടോ എടുത്തിട്ടുള്ള തീരുമാനമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഷീറാക്കാൻ്റെ ഹൃദയത്തേക്ക് ഈ പ്രയാസങ്ങൾ കണ്ടപ്പം ഇട്ടുകൊടുത്തുള്ള ഒരു ആശയമാണ്. 1 ഉറുപ്പ്യ കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുമ്പം 1 ഉറുപ്പ്യ കൊണ്ട് വീടുണ്ടാക്കുന്നത്, അൽഹംദുലില്ലാഹ് 10ാമത്തെ വീടിൻ്റെ പണി നമ്മൾ ഈ 1 ഉറുപ്പ്യ വെച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞതാണ്. അപ്പോൾ ആൾക്കാരോട് ഇപ്പോൾ നമ്മൾ ഈ പണിക്കാരൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഒരു കഥകൾ പറയുമ്പം ഓൽക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഏത് രീതിയിലാണ് 1 ഉറുപ്പ്യ വെച്ചിട്ട് എങ്ങനെ വീടുണ്ടാക്കുകയെന്ന് വെച്ചാൽ, നമ്മളൊരു ഉറുപ്പ്യാണ് നമ്മൾ പറയണമെന്ന് നമ്മളൊക്കെ അതിൽ ഭാഗമാകുമ്പം ചിലപ്പം അവനാന് പറ്റുന്ന രീതിയിലായിരിക്കും പല രീതിയിൽ ആൾക്കാർ സഹകരിക്കുക. നമ്മളിതിൽ മനസ്സിലാക്കണം, നമ്മളെ പേരിൽ നമ്മളെ കൊണ്ടുപോയിട്ട് കല്ല് വെക്കുമ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ കിടക്കുന്ന ഓരോ വീടിൻ്റെ മേലും നമ്മളതായിട്ടൊരു കല്ല് നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ദൗത്യമായിട്ട് എടുക്കുന്നത്. നമ്മളെ കാലശേഷം നമുക്ക് ഖബറിൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു വലിയൊരു പദ്ധതിയാണ്. വളരെ മുടക്ക് കുറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ അങ്ങാടിയിലൊക്കെ പോയി വരുമ്പോൾ നമ്മളെ പോക്കറ്റിൽ വന്ന് നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ഈ തുണ്ട് നാണയങ്ങൾ അവിടെ ഇവിടെ നമ്മൾ അലശായിട്ട് ഇട്ടിട്ട്, ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം ഒരു ബോക്സ് എടുക്കാൻ വേണ്ടി ഒരു വീട്ടിൽ വെച്ചൊരു ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരന് ആ ബോക്സ് കൊണ്ടുവന്ന് ഏകദേശം ഒരു 4000 രൂപയോളം ആ ബോക്സിലുണ്ട്. അപ്പോൾ ആ സഹോദരൻ്റെ ഒരു പെൺകുട്ടിയുണ്ട് അവിടെ. അപ്പോൾ ആ കുട്ടി പനിയായിട്ട് സ്കൂൾക്ക് പോയില്ല. അപ്പോൾ ഈ കുട്ടി ബോക്സ് തുറന്നിട്ട് എണ്ണുന്നതും ഞാൻ റെസിറ്റ് ചെയ്തതും കംപ്ലീറ്റ് ഇങ്ങനെ നോക്കിയിട്ട് നിന്നിട്ട് പിന്നെ ആ കുട്ടി ഒരു 10-12 രൂപ ഇങ്ങനെ എടുത്തോണ്ട് ഇപ്പം ഞാനിത് ഇതിലിട്ടാണ് ഇട്ടോന്ന് പറയാം. അപ്പോൾ ആ സഹോദരൻ പറയാണ്, ഈ ബോക്സ് ഇവിടെ വെച്ചതിൻ്റെ ശേഷം മുട്ടായി എന്നുള്ള സംഗതി കുട്ടികൾക്കില്ല, എന്ത് കിട്ടിയാലും അതിൽ കൊണ്ടുവിടും. ഒരു വീട്ടിൽ വെച്ചൊരു ബോക്സിൽ 1000 രൂപ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അപ്പം അതിൽ തോലും ഇട്ടിട്ടുള്ള തന്നെ 50 രൂപേൻ്റെ നോട്ടുകളാണ്. അപ്പോൾ ഓരോ ദിവസവും ആ സഹോദരന് അപ്പോൾ എന്താ വെച്ചാൽ ഇത് വലിയൊരു മെസ്സേജാണ്. ഈ മെസ്സേജ് നമ്മൾ അവിടെ വിട്ടുകൊടുത്തപ്പം ആളുകൾ അത് ബോക്സ് വാങ്ങിയിട്ട് കൃത്യമായിട്ട് ചെയ്യേണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഒരു ആയത്ത് പറഞ്ഞത് എല്ലാ കാര്യത്തും ഉള്ള ഒരു നിർണയം വ്യവസ്ഥ ഏർപ്പെടുത്തുക. അപ്പം പല സംഗതികളും കാണുമ്പം എങ്ങനെ ഇത് റബ്ബെ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു വലിയൊരു ആശങ്ക നമ്മളെ മുന്നിലുണ്ട്. ആ ഒരു ആശങ്കക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത ഒരു വലിയൊരു സമാധാനം കിട്ടുന്നൊരു സംഗതിയാണ് ഈ 1 ഉറുപ്പ്യ പദ്ധതിയിലെ ഇത്. ഇപ്പോൾ നമ്മൾ കടപ്പുറത്തൊക്കെ പോകുമ്പോൾ ഞാനിപ്പോൾ വെള്ളിയാഴ്ച ആ കടപ്പുറത്ത് ഇങ്ങനെ ചെന്നപ്പം അപ്പോൾ നമ്മൾ ഈ 10ാമത്തെ വീടുണ്ടാക്കി കൊടുക്കുന്ന ഈ ആ വീട്ടിലെ ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ, അതങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴുണ്ട് കടലിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു സൈസ് വലണ്ട്, അതുപോലെ ഇങ്ങനെ നടന്ന് പോയിട്ട് ഒരു കുറേ ദൂരത്തേക്ക് ആ പോണ രംഗം കണ്ടാൽ തന്നെ നമുക്ക് ബേജാറാവും. കാരണം അത്രയും തിരമാലകളെ അതിജീവിച്ചിട്ട് ഈ വലയും കൊണ്ടുപോയി ദൂരത്ത് കൊണ്ടിട്ടിട്ട് പിന്നെ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് കാത്തിക്കാണ്, പിന്നെ പോയിട്ട് ആ വല വലിക്കുള്ളൂ. അയാൾ ആ വല ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തോ സാധനം വാങ്ങിയിട്ട് പെയിൻറ്റ് വാങ്ങിയിട്ട് വരുമ്പോഴും ആ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വല വലിച്ചു നോക്കിയാൽ അതിൽ ഒരു സാധനവും ഇല്ല എന്നുള്ളതാണ്, ശൂന്യത മാത്രം, ഒരു സാധനമില്ല. മണിക്കൂറുകളുടെ അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ്. പക്ഷേ ഞാനതിൽ മനസ്സിലാക്കിയ സംഗതി വെച്ചാൽ അദ്ദേഹത്തിന് ക്ഷമയും ഒരു പ്രതീക്ഷയാണ്. അത് ആ വല വലിച്ചിട്ടിട്ട് അതൊക്കെ ശരിക്കും കുടഞ്ഞെടുത്ത് 2ാമത് മൂപ്പര് വീണ്ടും ആ വല കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ അവർ ക്ഷമത്ര എന്നുള്ളതാണ്. പക്ഷെ ആ മനുഷ്യൻ വളരെ സമാധാനത്തോടു കൂടി യാതൊരു മനസ്സിന് ഒരു പ്രയാസവും, ഒരാളെ മനസ്സിൽ പ്രയാസം നമുക്ക് മുഖത്ത് നോക്കി അറിയാലോ, അതൊന്നും ഇല്ലാതെ ഒക്കെ കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് വീണ്ടും അദ്ദേഹം ആ പോണ രംഗം പറഞ്ഞാൽ വലിയ വലിയ തിരകൾ വരുമ്പോൾ ഇങ്ങനെ പൊന്തി കൊടുക്കുകയാണ്. കിട്ടി വല ഇങ്ങനെ കൊണ്ടുപോയിട്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ വല ഇട്ടുണ്ട്, അവിടെ ഒന്നും ഇടാൻ പറ്റില്ല, അവിടെ അപ്പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിൽക്കാതെ ആൾക്കാർ ആ രീതിയിലാണ്. അപ്പം തോണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ മീൻ പിടിക്കുന്നത് അങ്ങനെയാണ്. ഇതിലെന്തും സംഭവിക്കുക. അതായത് കാശിമാക്കായിട്ട് സംസാരിച്ചാൽ കാശിമാക്ക് പറഞ്ഞ് ചില സമയങ്ങളിൽ കടലിന് അടിയൊഴുക്കുണ്ടാവും, അതിലൊക്കെ കുടുങ്ങിയിട്ടാണ് ആൾക്കാർ. മറ്റൊന്ന് നമ്മൾ തിര നമ്മൾ ഇങ്ങോട്ട് അടിക്കണേ കാണുന്നതും, ഈ തിര ഇങ്ങോട്ട് അടിച്ചാൽ റിട്ടേൺ അങ്ങോട്ട് അടിക്കുമ്പോഴാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് നമ്മൾ പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പം കടലിൻ്റെ സ്വഭാവം ഏത് സമയത്തും മാറും. പക്ഷേ ഇതൊക്കെ അതിജീവിച്ചിട്ടാണ് അവർ കുടുംബം മാറ്റാൻ വേണ്ടി പാടുപെടുന്നതാണ്. മറ്റൊരു കാഴ്ച ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ മാനസിക രോഗമായിട്ടുള്ളൊരു സഹോദരന് നാളെ നമ്മൾ വീടുണ്ടാക്കി കൊടുത്തു. ആ കുടിയിരിപ്പിന് നമ്മൾ പോയതാണ്. ആ സഹോദരനുണ്ട് കടലിൽ ഇതേമാതിരി വലയിരുന്നത്. മറ്റൊന്ന് വേറൊരു എത്തിയും കുടുംബത്തിൽ ചെറിയ കുട്ടികൾ, ആ കുട്ടികളൊക്കെ
പിന്നെ അവരെ ഉപ്പ മരിച്ചാണ്. ആ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ അഞ്ചൻ്റെയും കൂടെ ചെറിയ കുട്ടികൾ കടലിൽ പോയിട്ട് ഈ വലട്ട് പോരുന്ന രംഗം കണ്ടപ്പോൾ പടച്ചോനെ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. നമ്മളെ കുട്ടികളൊക്കെ ഒരു തുള്ളി വെള്ളം കണ്ട നമുക്ക് തന്നെ ഇറങ്ങാൻ കഴിയില്ല. അപ്പം ഈ രീതിയിലൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒരു രൂപ പദ്ധതി എന്നുള്ള ഒരു സംഗതി അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ഔദാര്യമായിട്ട് ഇട്ടു എന്നാണ്. കാരണം എന്തിനാണെന്ന് വെച്ചാൽ പൈസ ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഇതിൽ ഒരുപോലെ ഭാഗമാക്കാൻ കഴിയും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനത്തെ ഒരു പദ്ധതി നമുക്ക് കിട്ടുന്നത്. അള്ളാഹു ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ സമ്പത്തും ആരോഗ്യം സമയമൊക്കെ ചെലവഴിക്കുന്ന എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൂർത്തീകരിക്കാനും അതുവഴി നമുക്ക് സ്വർഗത്തിൽ ഉന്നത ദർജ ലഭിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഇതിനെതിരെ നിന്ന് എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ടോ അതൊക്കെ തട്ടിമാറ്റി ഈ മാർഗത്തിൽ നമുക്കൊക്കെ ഉറച്ചുനിന്ന് പ്രവർത്തിക്കാനും ഇതിനുള്ള സമ്പത്തും ആരോഗ്യം സമയമൊക്കെ ചെലവഴിച്ച് കുടുംബസമേതം ഇതിൽ പങ്കാളിത്തം വഹിക്കാനുള്ള എല്ലാവിധ തൗഫീഖും നിന്ന് അനുഗ്രഹിക്കമാട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.